ഹായ്, സഹദേവ് മാഷാണ്. ജിയോമെട്രിക്കൽ പാറ്റേൺസിന്റെ പുതിയ എപ്പിസോഡിൽ ഇന്ന് മത്സരത്തിന് പൊതുവായി ഓർമ്മിക്കേണ്ട, പൊതുവായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ്, പൊതുനിർദ്ദേശങ്ങളെ കുറിച്ചാണ്. ഇത് കുട്ടികളായാലും ടീച്ചേഴ്സ് ആയാലും അതുപോലെ രക്ഷിതാക്കളായാലും കൃത്യമായി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പോ നമുക്ക് തുടങ്ങാം. ഞാൻ പ്രധാനമായും എൽ പിയിലെയും യു പിയിലെയും കാര്യങ്ങളാണ് പറയുന്നത്. കാരണം ഞാൻ ഒരു പ്രൈമറി അധ്യാപകനായിരുന്നു എന്ന് അതാണ് ഒരു കാരണം. അപ്പോൾ പ്രൈമറി തലത്തിലുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി അറിയാം. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കാര്യങ്ങൾ കുറച്ചൊക്കെ അറിയാം, പക്ഷേ കൂടുതലായിട്ട് അറിയില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ആ സാഹസം ചെയ്യുന്നില്ല. അപ്പോൾ അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മകള് ചില വീഡിയോ ചെയ്തിട്ടുണ്ട്, ഹൈസ്കൂളും ഹയർ സെക്കൻഡറിക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടാവുന്നതും ചെറിയ കുട്ടികൾക്കാണ്, ചെറിയ കുട്ടികളുടെ രക്ഷിതാക്കൾക്കാണ്, അവരുടെ ടീച്ചേഴ്സിനാണ് എന്നുള്ളത് കൊണ്ട് വളരെ കൃത്യമായി എൽ പി തലത്തിലെയും യു പി തലത്തിലെയും കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നമുക്ക് എൽ പി തലത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ സാധാരണഗതിയിൽ ഒക്ടോബർ മാസത്തിലാണ് സബ് ജില്ലാ മേളകൾ വരുന്നത്. സബ് ജില്ലാ മേളകൾ അത് സ്റ്റേറ്റ് തലത്തിൽ ഒരേ കലണ്ടറിൽ വരുന്നത് കൊണ്ട് തന്നെ ഒക്ടോബർ മാസത്തിലായിരിക്കും അത്. അപ്പോൾ അതിനിടയിൽ ഒരു വെക്കേഷനൊക്കെ വരുന്നുണ്ട്, ഓണം വെക്കേഷൻ. അപ്പോൾ ഇപ്പോഴാണ്, ഈ സമയത്താണ് സ്കൂൾ തല സെലക്ഷൻ എല്ലാ സ്ഥലത്തും സാധാരണഗതിയിൽ നടക്കുന്നത്. സ്കൂൾ തലത്തിലുള്ള സെലക്ഷൻ നടത്തിയാൽ കുട്ടികൾക്ക് ഓണം വെക്കേഷൻ ആ സമയത്ത് പ്രാക്ടീസ് ചെയ്യാൻ ധാരാളം സമയം കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഈ സമയത്ത് തന്നെ സെലക്ഷൻ നടത്തുന്നത്. അപ്പോൾ മിക്കവാറും സ്കൂളുകളിൽ ഓണാവധിക്ക് മുമ്പ് സബ് ജില്ലാ തലത്തിലേക്ക് ഗണിതശാസ്ത്ര മേളയിൽ പങ്കെടുക്കേണ്ട കുട്ടികളെ തീരുമാനിച്ചിരിക്കും. അപ്പോൾ അവരുടെ രക്ഷിതാക്കളെയൊക്കെ അറിയിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എൽ പി തലത്തിലുള്ള ഐറ്റം 4 ഇനങ്ങളാണ് എൽ പി തലത്തിലുള്ളത്. ഞാനിത് ഓൺ ദി സ്പോട്ട് മത്സരം മാത്രമാണ് പറയുന്നത്. മാഗസിൻ പോലുള്ള അത്തരത്തിൽ മറ്റ് മത്സരങ്ങളെ കുറിച്ച് പറയുന്നില്ല. അതുപോലെ ക്വിസ് മത്സരം, ഇത് അന്ന് ഗണിതശാസ്ത്ര മേളയിൽ നടക്കുന്ന ഓൺ ദി സ്പോട്ട് മത്സരങ്ങൾ എൽ പി തലത്തിൽ 4 എണ്ണാണ് ഉള്ളത്. ഒന്ന് നമ്പർ ചാർട്ട്, രണ്ടാമത്തത് ജിയോമെട്രിക്കൽ ചാർട്ട്, മൂന്നാമത്തത് പസിൽ, നാലാമത്തത് മോഡൽ. അപ്പോ ഒരു സ്കൂളിന് അല്ലെങ്കിൽ ഒരു സ്കൂളിലെ എൽ പി വിഭാഗത്തിൽ നിന്നും 4 കുട്ടികളെ നിങ്ങൾക്ക് സബ് ജില്ലാ തലത്തിലേക്ക് മത്സരിപ്പിക്കാം. 4 പാടുള്ളൂ. സ്കൂളിൽ നിന്ന് 2 ഫസ്റ്റ് വന്നാൽ അതിൽ ഏതാണ് അയക്കേണ്ടതെന്ന് നിങ്ങൾ തീർച്ചയായും തീരുമാനിച്ചിരിക്കണം. അപ്പോൾ ഓരോ ഐറ്റത്തിനും ഓരോ കുട്ടി മാത്രമേ മേലോട്ട് പോകൂ, 2 കുട്ടികൾ പോവില്ല. യെസ്, നമുക്ക് ആദ്യം മോഡലിൽ തുടങ്ങാം. അപ്പോ എൽ പി തലത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മോഡൽ അതെന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പേ മോഡൽ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഏതൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിക്കാം എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. മുമ്പൊക്കെ കളർഫുള്ളായ പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഉപയോഗിച്ച് വളരെ വർണ്ണപ്പൊലിമയുള്ള മോഡൽ ഉണ്ടാക്കാറുണ്ടായിരുന്നു. അതുപോലെ തെർമോക്കോളിൽ നിറം ചേർത്തോ അല്ലാതെയും മറ്റ് പലവിധ ബോർഡുകളും ഉപയോഗിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നല്ല വലുപ്പമുള്ള മോഡൽ ഉണ്ടാക്കാൻ കഴിയും, കാരണം ബോർഡ് ഐറ്റം ആയതുകൊണ്ട്. അപ്പോൾ സൺബേക്ക് ബോർഡ്, സ്ട്രോ ബോർഡ് എന്ന് പറഞ്ഞ ആ ബോർഡ് ഇപ്പോൾ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഒഴിവാക്കിയതാണ്. മറ്റ് പ്ലാസ്റ്റിക് ഷീറ്റുകൾക്കും നിയന്ത്രണമുണ്ട്. അതുപോലെ കഴിഞ്ഞ കൊല്ലം ചില ജില്ലകളിൽ, വയനാട് ആണെന്ന് തോന്നുന്നു, ഫോം ബോർഡ് തീരെ ഉപയോഗിക്കാൻ സമ്മതിച്ചിട്ടില്ല. പക്ഷേ സ്റ്റേറ്റ് തലത്തിലേക്ക് എത്തുമ്പോൾ ഫോം ബോർഡ് ഉണ്ടായിരുന്നു എന്ന് പിന്നീട് അറിഞ്ഞു. അപ്പോൾ അതിനൊരു ഏകീകൃത രൂപം തീർച്ചയായും ഒരു മേലധികാരികളാണ് ചെയ്യേണ്ടത്. ഗണിതശാസ്ത്ര അസോസിയേഷൻ, അത് സബ് ജില്ലാ തലത്തിലും ജില്ലാ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും തീരുമാനിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ വളരെ കൃത്യമായി ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ഐറ്റം നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. പക്ഷെ ഫോം ബോർഡ് അത് ഇക്കോ ഫ്രണ്ട്ലി ആണോ അല്ലയോ എന്നുള്ള തർക്കം കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം വയനാട്ടിൽ ചെയ്തത്. അത് മാറ്റിവെച്ചതാണ്, അത് പരിഗണിച്ചിട്ടില്ല. പക്ഷെ മറ്റ് ജില്ലകളിൽ പരിഗണിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരട്ടത്താപ്പ് ഉണ്ടാവാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കൃത്യമായ ഒരു നിർദ്ദേശം മേലെ നിന്ന് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോ
ഫോം ബോർഡ് അങ്ങനെയാണെങ്കിൽ അത് ഒഴിവാക്കി നിർത്തുന്ന സൺബേക്ക് ബോർഡ്, മറ്റ് ബോർഡ് ഐറ്റങ്ങളെല്ലാം. പിന്നെ എന്തെന്നാ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക? കാർഡ്ബോർഡ്. പണ്ട് നമ്മൾ പറയുന്ന കാർഡ് ബോർഡ് എന്ന് പറയുന്ന ആ കാക്കി നിറത്തിലുള്ള ബോർഡ്, അത് ഇപ്പോ നല്ല രൂപത്തിലും കിട്ടും. അപ്പോൾ ആ ബോർഡിന് ഒരു പ്രശ്നം എന്താ വെച്ചാൽ അത് മുറിക്കാൻ കുറച്ചൊരു പാടാണ്, നല്ല ശക്തി കൊടുക്കണം. ചെറിയ കുട്ടി LP തലത്തിലും UP തലത്തിലൊക്കെ കുട്ടികൾക്ക് അത് ശക്തിയോടെ മുറിച്ചെടുക്കാൻ, കൃത്യമായി മുറിച്ചെടുക്കാൻ വലിയ പ്രയാസം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ നമുക്ക് പേപ്പർ കാർഡിലേക്ക് തിരിച്ചു പോകണം. ചാർട്ട് പേപ്പർ അല്ല, കാർഡ് പേപ്പർ. അപ്പോൾ കാർഡ് ഷീറ്റ്, ഐവറി കാർഡ് ഷീറ്റ്. അപ്പോൾ അതിന്റെ തിക്നെസ്, അപ്പോൾ രക്ഷിതാക്കളും ടീച്ചേഴ്സും ശ്രദ്ധിക്കുക, തിക്നെസ് GSM 360 ഉള്ളത് അല്ലെങ്കിൽ 300 ഉള്ള കാർഡ് ഷീറ്റാണ് ഉപയോഗിക്കേണ്ടത്. കട്ടി കുറഞ്ഞത് വേണ്ട. ചാർട്ട് പേപ്പർ എന്ന് പറഞ്ഞാൽ ആ സാധാരണ പേപ്പറിൽ മോഡൽ ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ വേണ്ടത് കാർഡ് ഷീറ്റാണ്. ഇത് സാധാരണ കടകളിൽ കിട്ടില്ല, സാധാരണ ബുക്ക് സ്റ്റാളിൽ കിട്ടില്ല. കിട്ടണമെങ്കിൽ നിങ്ങൾ നേരത്തെ അവരോട് പറഞ്ഞ് അവർ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് വാങ്ങിക്കൊണ്ടാക്കണം. അപ്പോൾ ഈ മെറ്റീരിയലൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ സംഘടിപ്പിച്ച് വെച്ചിരിക്കണം. പെട്ടെന്ന് പോയാൽ കിട്ടില്ല. മുമ്പൊക്കെ മത്സരത്തിന് പോകുമ്പോൾ അവിടെ വഴിയിൽ നിർത്തിയിട്ട് കടയിൽ നിന്ന് സാധനം വാങ്ങുക ചെയ്യുക. അപ്പോൾ അങ്ങനെ വാങ്ങാൻ നിവൃത്തിയില്ല, ഈ സാധനം അങ്ങനെ കിട്ടില്ല. ഇപ്പോൾ ഞാൻ കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിൽ പിന്നെ പേരാമ്പ്ര, വടകര ഇതൊക്കെ കിട്ടും. പക്ഷേ ചെറിയ ചെറിയ കടകളിൽ കിട്ടില്ല. കോഴിക്കോട് തന്നെ പോകണം. കോഴിക്കോട് ഇതിന്റെ കാർഡ് ഷീറ്റ്, മൊത്തമായിട്ട് കാർഡ് ഷീറ്റ് വിൽക്കുന്ന കടകളുണ്ട്. ആ പാളയം, തളി ക്ഷേത്രത്തിന്റെ പരിസരത്തൊക്കെ അങ്ങനെയുള്ള കടകളുണ്ട്, ഹോൾസെയിൽ കടകൾ. അവിടുന്ന് വില കുറച്ച് തന്നെ കിട്ടും. ഇനിയല്ല വലിയ ബുക്ക് സ്റ്റാളിൽ പോയാൽ കുറച്ച് വില കൂടിയാലും നിങ്ങൾക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടും. അത് തന്നെ കളർ ഷീറ്റും ഉണ്ടാവും, കളറിലും വൈറ്റിലും ഒക്കെ ഉണ്ടാവും. ശ്രദ്ധിക്കുക, ഐവറി കാർഡ് എന്ന് പറയുമ്പോൾ ഐവറി നിറത്തിലുള്ളതല്ല, അതിന്റെ ക്വാളിറ്റി കൊണ്ടാണ് ഐവറി കാർഡ് എന്ന് പറയുന്നത്. JK കാർഡ് അല്ലെങ്കിൽ ഐവറി കാർഡ്. ഓക്കെ, അപ്പോൾ ഈ മെറ്റീരിയൽ ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ഒട്ടിക്കുക? സാധാരണഗതിയിൽ ഒട്ടിക്കാൻ പിന്നെ സെലോ ടേപ്പാണ് ഉപയോഗിക്കാറ്. സെലോ ടേപ്പ് ഉപയോഗിച്ചിട്ടാണ് ഒട്ടിക്കുക. അപ്പോൾ സെലോ ടേപ്പ് പ്ലാസ്റ്റിക് അല്ലേ, അപ്പോൾ അതും ഒരു സംശയം വരും. ഇതിനും മറുപടി പറയേണ്ടത്, അതായത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, ഇത് അതിന്റെ ഗണിതശാസ്ത്ര അസോസിയേഷൻ ഭാരവാഹികളാണ് പറ്റൂല എന്ന് പറയേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ രണ്ടിലൊന്ന് പറഞ്ഞിരിക്കണം. നിങ്ങൾ ചോദിച്ചാൽ കൃത്യമായ മറുപടി കിട്ടിയാൽ യെസ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? ഫെവിക്കോള് പിന്നെ അത് ഇക്കോ ഫ്രണ്ട്ലി ആണോ അല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷെ ഫെവിക്കോൾ ഉപയോഗിച്ചാൽ പെട്ടെന്ന് ഒട്ടില്ല. അത് കുറച്ചേരം ഇങ്ങനെ പിടിച്ചു നിൽക്കണം. നമ്മൾ 3 മണിക്കൂർ മത്സരത്തിന്റെ ഇടയ്ക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഫെവിക്വിക്ക് പോലത്തെ പെട്ടെന്ന് ഒട്ടുന്ന പശകൾ ഉപയോഗിക്കണം. ഇത് ലേശ അപകടമുള്ള പശകളാണ്. കാരണം ഫെവിക്വിക്ക് പോലത്തെ പെട്ടെന്ന് ഒട്ടുന്ന ശക്തിയായി ഒട്ടുന്ന ചില പശകൾ പരിചയമില്ലെങ്കിൽ ചെറിയ കുട്ടികൾ ഉപയോഗിക്കും, പ്രത്യേകിച്ചും വിരലെല്ലാം ഒട്ടിപ്പോവാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് കാണണം. അപ്പോ അത് മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ച് തന്നെ നിങ്ങൾ ഒരുങ്ങണം. ഇത് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ ഒരു പുതിയ കുട്ടീന്റെ കയ്യിൽ ഒരിക്കലും അത് കൊടുത്തുകൂടാ, അപകടമാണ്. അതായത് ഫെവിക്കോളിന്റെ ആ പ്രശ്നമില്ല, അത് വിരലൊട്ടിപ്പോന്നുമില്ല. പക്ഷെ അതിനുള്ള പ്രശ്നം എന്താണ്? കുറെ നേരം ഇങ്ങനെ പിടിക്കേണ്ടി വരും, ഉണങ്ങുന്നവരെ. അതിന് മാത്രം സമയം നമുക്ക് ഉണ്ടാവില്ല. സെലോ ടൈപ്പ് അനുവദനീയമാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും നല്ലത് അത് തന്നെയാണ്. പല അളവിലും 3/4 ഇഞ്ച്, 1/2 ഇഞ്ച്, 1 ഇഞ്ച് സെലോ ടൈപ്പ്. ഇതാ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് 3/4 ഇഞ്ച് സെലോ ടൈപ്പാണ് ഇത്, 3/4 ഇഞ്ച്. അപ്പോൾ ഇതിന്റെ ചെറുത് 1/2 ഇഞ്ച് ഉണ്ട്, പിന്നെ 1 ഇഞ്ച് ഉണ്ട്, പല അളവിലുള്ളതും ഉണ്ട്. അപ്പോ അതായത് ഇതാണ് ഇത്തരത്തിലുള്ള, ഇതാണ് സെലോ ടൈപ്പ്. അപ്പോൾ മുറിക്കാനുള്ള കത്തി, മോഡൽ നിർമ്മാണത്തിന് കുട്ടികൾക്ക് ഏറ്റവും വേണ്ടതാണ് കത്തി. ഇതാ ഈ തരത്തിൽ ഇതാ നീക്കിയാൽ മുന പുറത്ത് വരുന്ന രൂപത്തിലുള്ള ഈ കത്തി, ഇതാണ് സാധനം. ഇതിന് 10 രൂപയേ വിലയുള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ഉള്ളത് നിങ്ങൾക്ക് വാങ്ങാം. ഒരു 20-25 രൂപക്കൊക്കെ കുറച്ചും കൂടി വലുപ്പമുള്ള, കുറച്ചും കൂടി നല്ല കത്തി കിട്ടും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മൂർച്ച പോയാൽ ഇതിന്റെ അറ്റത്ത് ഈ ടിപ്പ് പൊട്ടിച്ചു മാറ്റാൻ പറ്റുന്നത്. ഈ
പിറകുന്ന ഇതിങ്ങ് ഇതാണ്ടോ, ഈ ഭാഗം ഊരിക്കൊണ്ട് നമ്മൾ ഈ ഭാഗം വെച്ച് മൂർച്ച പോയ അറ്റം പൊട്ടിച്ചു നീക്കുക. അങ്ങനെ ഒരു സൗകര്യം ഈ കത്തിക്കുണ്ട്. എല്ലാ കത്തിക്കും അതില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കത്തി കുട്ടികൾക്ക് വേണ്ടി വാങ്ങുമ്പോൾ ഇത്തരം സൗകര്യമുള്ളതാണെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ആവശ്യം കഴിഞ്ഞാൽ ഉടനെ തിരിച്ച് നമ്മൾ താഴ്ത്തിയിട്ടാൽ അപകടമില്ല. ഓക്കെ. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു 10-12 രൂപയേ വിലയുള്ളൂ. സാധാരണഗതിയിൽ 10 രൂപയേ ഉള്ളൂ. കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് 20-25 രൂപക്ക് നല്ല ക്വാളിറ്റിയുള്ള കത്തി കിട്ടും. ഓക്കെ. ഇനി മറ്റൊന്ന്, അളക്കാനും വരക്കാനും അതുപോലെ മുറിക്കാനും 2 തരം സ്കെയിലാണ് ഉപയോഗിക്കുന്നത്. കൃത്യമായി അളക്കാനും വരക്കാനും പ്ലാസ്റ്റിക് സ്കെയിലാണ് ഏറ്റവും നല്ലത്. നമ്മൾ പ്ലാസ്റ്റിക്കിനെ കുറ്റം പറയുമെങ്കിലും പ്ലാസ്റ്റിക് സ്കെയിലാണ് അളക്കാനും വരക്കാനും ഏറ്റവും നല്ലത്. അതായത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള സ്കെയിൽ. പക്ഷെ മുറിക്കാൻ ഇത് പറ്റില്ല. നമ്മൾ മോഡലിന് വേണ്ടിയിട്ട് പേപ്പർ സ്കെയിൽ ഉപയോഗിച്ച് മുറിക്കണമെങ്കിൽ ഈ സ്കെയിൽ പറ്റില്ല. കാരണം ഈ സ്കെയിൽ മുറിഞ്ഞു പോകും. അപ്പോൾ അതിന് അത് മെറ്റൽ സ്കെയിലാണ് ഉപയോഗിക്കേണ്ടത്. ഇതാ മെറ്റൽ സ്കെയിൽ. അപ്പോൾ മെറ്റൽ സ്കെയിലിന്റെ അടിയിൽ വേണമെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഒരു പേപ്പർ കൊണ്ട് സോള് പിടിപ്പിക്കാം. എന്നാൽ ഒരു ഗ്രിപ്പ് കിട്ടും. ഇല്ലെങ്കിൽ ഈ മെറ്റൽ സ്കെയിലിന്റെ അടിവശം നല്ല നൈസായിരിക്കും. നമ്മൾ മുറിക്കുമ്പോൾ തെന്നിപ്പോകും. എത്ര അമർത്തി പിടിച്ചാലും മുറിക്കുന്ന സമയത്ത് സ്കെയിൽ നീങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പണി ആദ്യമേ ചെയ്യാം കേട്ടോ. അത് ഒരു ഫെവിക്കോൾ എടുത്തിട്ട് ഒരു റിബണിന്റെ രൂപത്തിൽ പേപ്പർ ഒട്ടിച്ചാൽ മതി. ഒരു ചാർട്ട് പേപ്പറിന്റെ അല്ലെങ്കിൽ കാർഡ് ഷീറ്റിന്റെ ഒരു കഷ്ണം. എന്നിട്ടും ഗ്രിപ്പ് കിട്ടുന്നില്ലേ, ഒന്നിങ്ങനെ കത്തി കൊണ്ടിങ്ങനെ വെട്ടി ഒരു ഗ്രിപ്പ് കിട്ടുന്ന രൂപത്തിൽ വെച്ചാൽ നല്ലതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സ്കെയിൽ പോരെ, എന്തിനാ 2 സ്കെയിൽ? അളക്കാനും ഇതുപോലെ എന്ന് ചോദിച്ചാൽ പോരാ. ഈ സ്കെയിലിന്റെ ഒരു കുറവുണ്ട്. എന്താണ്? ഈ സ്കെയിലിൽ സാധാരണഗതിയിൽ 0 സെന്റിമീറ്റർ ഉണ്ടാവില്ല. 0 സെന്റിമീറ്റർ ഇതിന്റെ അറ്റത്തായിരിക്കും. അത് തന്നെയാണ് ഇതിനുള്ള ദോഷം. അതായത് 0 സെന്റിമീറ്റർ വെച്ച് കുട്ടിക്ക് അളക്കാനാവില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, മെറ്റൽ സ്കെയിലിന്റെ അറ്റം എപ്പോഴും ഈ വളഞ്ഞിട്ടുണ്ടാവും. അതായത് ഷാർപ്പ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ വളഞ്ഞു പോകും. അപ്പോൾ 0 സെന്റിമീറ്റർ കാണാത്തത് കൊണ്ടും ട്രാൻസ്പെറന്റ് അല്ലാത്തത് കൊണ്ടും നമ്മൾ അളക്കാനും വരക്കാനും ഇത് ഉപയോഗിക്കരുത്. മുറിക്കാൻ നിർബന്ധമായിട്ടും ഈ സ്കെയിൽ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്, മെറ്റൽ സ്കെയിൽ. ഓക്കെ. അപ്പോൾ പ്ലാസ്റ്റിക് സ്കെയിൽ പരിചയപ്പെടുത്തി, മെറ്റൽ സ്കെയിൽ പരിചയപ്പെടുത്തി. ഇനി എങ്ങനെയാണ് അളക്കേണ്ടത്? ഇത് ഞാൻ നിരന്തരം കുട്ടികളെ ക്യാമ്പിലേക്ക് ഇങ്ങനെ പോകുന്ന ആളാണ്. അപ്പോൾ പല കുട്ടികളും അളക്കുന്ന രീതി കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഒന്ന്, കോമ്പസിൽ ഈ കോമ്പസ് കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള കോമ്പസാണ്. ഇത് ഡോംസിന്റെ സെറ്റിലുള്ളതാണ്. ഡോംസിന്റെ എല്ലാ സെറ്റിലും, ഇൻസ്ട്രുമെന്റ് ബോക്സിന്റെ എല്ലാ സെറ്റിലും ഇതില്ല കേട്ടോ. ഇതുള്ള തന്നെ. ഇത് വേണമെങ്കിൽ ഇത് ബോക്സ് തുറന്നു നോക്കിയിട്ട് ഇതുള്ള സെറ്റ് തന്നെ വേണം. ഇനി അളക്കുന്നത് പലപ്പോഴും ഞാൻ ആകാശത്ത് വെച്ച് അളക്കുന്ന കണ്ടിട്ട് ഇതുപോലെ വായു പിടിച്ചിട്ട് പാടില്ല. മറ്റൊന്ന്, ഡെസ്കിൽ വെച്ച് അളക്കുന്ന കണ്ടിട്ടുണ്ട്. ഒരിക്കലും പാടില്ല. കാരണം ഡെസ്കിന്റെ നിറം ഡാർക്ക് ആയിരിക്കും. ഒന്നെങ്കിൽ കടുത്ത ബ്രൗൺ നിറമായിരിക്കും, ഇല്ലെങ്കിൽ ബ്ലാക്ക് ആയിരിക്കും. ഇല്ലെങ്കിൽ കാലങ്ങളായിട്ട് ചേറ് പിടിച്ചിട്ട് അതിന്റെ നിറം ഇരുണ്ട് തന്നെയാണ്. അവിടെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സ്കെയിൽ വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും അളക്കരുത്. പിന്നെ എവിടെ വെച്ച് അളക്കുക? അത് ക്ലാസ് റൂമിലാണെങ്കിൽ നിങ്ങളെ നോട്ട് ബുക്കിന്റെ വൈറ്റ് പ്രതലത്തിൽ, വൈറ്റ് പേജിൽ വെച്ചിട്ടാണ് അളക്കേണ്ടത്. വൈറ്റ് പേജിൽ. ഇനി മത്സരത്തിനാണെങ്കിൽ, ചാർട്ടിലാണെങ്കിൽ ചാർട്ടിന്റെ വൈറ്റ് പ്രതലത്തിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സ്കെയിൽ വെച്ച് തന്നെ അളക്കണം. ഇനി മറ്റൊന്ന്, അളക്കുന്നത് പല കുട്ടികളും ഇങ്ങനെ ചെരിച്ചു സ്കെയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഈ വക്ക് ഇങ്ങനെ ചേർത്തിട്ടാണ് പലരും അളക്കുന്നത് കാണുന്നത്. അത്രയൊന്നും സാഹസമില്ല. ശരിക്ക് സ്കെയിൽ ഇങ്ങനെ വെച്ചാൽ അടിവശത്ത് നമ്മളൊരു പുസ്തകത്തിൻ്റെയോ അല്ലെങ്കിൽ വൈറ്റ് പേജാണ് ഉണ്ടാവുക. അവിടെ 0 മേലെ വെച്ച് ഇങ്ങനെ തന്നെ അളക്കണം. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവും. മേലെ കോമ്പസിന്റെ മുന വരും, ഇത് സ്ലിപ്പായി പോകും. കാരണം ഈ പ്ലാസ്റ്റിക്കിന്റെ മേലെ ഇത് ലേശം ഷാർപ്പ് അല്ലെങ്കിൽ തെന്നിപ്പോകും.
അപ്പൊ അതിനുള്ള മറുപടി എന്താ? സ്കെയില് നിങ്ങളുടേതാണോ? നിങ്ങളുടേതാണെങ്കിൽ എല്ലാ അളവും 0 സെന്റിമീറ്റർ എന്നല്ലേ തുടങ്ങുക. ഏതളവും തുടങ്ങുന്നത് 0 സെന്റിമീറ്ററിനാണല്ലോ. അങ്ങനെയാണെങ്കിൽ ആ 0ന്റെ വരയിൽ നമുക്ക് നല്ല ഷാർപ്പായ കോമ്പസ് കൊണ്ട് ഒന്നിങ്ങനെ തിരിച്ചാൽ അവിടെ ഒരു പാട് വീഴുമല്ലോ. ഇത് നിങ്ങൾക്ക് പറ്റൂലേ? നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് ചെയ്യാലോ. അതൊന്നും ഒരു കുറ്റമല്ല. അതായത് എല്ലാ അളവും 0ത്തിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നുള്ളതുകൊണ്ട് 0ത്തിൽ നമ്മളൊരു സ്ഥിരം, ഇത് ശരിക്കും കമ്പനിക്കാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, പക്ഷേ ഒരത് ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ ചെയ്യുക. അതിനുവേണ്ടി ചൂടാക്കിയിട്ട് ഇടുവൊന്നും വേണ്ട, അന്നേരം സ്കെയിൽ പോയി പോകും. നമ്മൾ ഇതാ കോമ്പസിന്റെ മുന 0ത്തിന്റെ വരയിൽ വെച്ച് ഒന്നിങ്ങനെ തിരിച്ചാൽ അവിടെ ഒരു പാട് വീഴും. പിന്നെ തെറ്റിപ്പോവില്ല, തെന്നിപ്പോകുന്ന പ്രശ്നമേ ഇല്ല. അപ്പോ ഇങ്ങനെ നമുക്ക് കൃത്യമായി ഇങ്ങനെ ഈ രൂപത്തിൽ തന്നെയാണ്. ഞാൻ ആകാശത്ത് വെച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് അളക്കരുത്, ഇതിപ്പോ മേശപ്പുറത്ത് വെച്ചിട്ട് ഇങ്ങനെയാണ് അളക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. അടിയിൽ വൈറ്റ് പ്രതലമായിരിക്കണം. അപ്പോ എങ്ങനെയെങ്കിലും അളക്കരുത്, കൃത്യത കിട്ടാൻ ഏറ്റവും കൃത്യമായിട്ട് അളക്കാൻ ഈ രൂപത്തിൽ തന്നെ. അതുപോലെ ഇരുന്നിട്ടാണ് പലരും അളക്കുന്ന കാണാറ്. ഓക്കെ, അതിന്റെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മളെ വിഷൻ ഇരുന്നിട്ട് ഡെസ്കിൽ വരുമ്പോൾ അതൊരു 45 ഡിഗ്രി കോണിലാണ്. ഇതിന് കൃത്യത കിട്ടണമെങ്കിൽ നമ്മൾ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് നോക്കുക തന്നെ വേണം, എങ്കിലേ 90 ഡിഗ്രിയിൽ നമുക്ക് കാണൂ. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 1 മില്ലിമീറ്ററിന്റെ പോലും വ്യത്യാസം വന്നാൽ കണക്കിൽ അത് തെറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സൂക്ഷ്മമായിട്ട് പറയുന്നത്. അപ്പോൾ ഏത് സ്കെയിൽ എടുക്കണം, അളവ് എവിടുന്ന് തുടങ്ങണം, എവിടെ വെച്ച് അളക്കണം, എവിടെ വെച്ച് പാടില്ല എന്നൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. മറ്റൊന്ന്, പല കുട്ടികളും കോമ്പസിന്റെ ഈ ഭാഗം ശരിക്കും അത് ഷാർപ്പായി സൂചിമൊന പോലെ കിട്ടേണ്ടതാണ്. പക്ഷെ ഞാൻ പല സ്ഥലത്തും ചെന്ന് അളക്കാൻ നോക്കുമ്പോൾ ഇത് തെന്നിപ്പോകുന്നു. അപ്പോൾ ഇതിന്റെ ഷാർപ്പ്നെസ് പരിശോധിക്കുമ്പോൾ അത് തേഞ്ഞതായിട്ടാണ് കാണുന്നത്. അത് കമ്പനിക്കാരൻ കൊടുക്കുമ്പോൾ തന്നെ തേഞ്ഞതാണോ, അല്ല കുട്ടികൾ കൈ മുറിയുന്നതിന് ഒന്ന് തേയ്മാനം വരുത്തിയതാണോ എന്ന് എനിക്കറിയില്ല. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. കാരണം നമുക്ക് സർക്കിൾ വരയ്ക്കുമ്പോഴും അതുപോലെ ആർക്ക് വീശുമ്പോഴും ഒക്കെ ഏറ്റവും ഷാർപ്പായിട്ടുള്ള പോയിന്റാണ് ഇതിന്റെ അറ്റത്ത് കിട്ടേണ്ടത്. സൂചിമന പോലെ വളരെ ഷാർപ്പായിട്ടായിരിക്കണം. അത് കൈമുറിയുമെന്ന് വിചാരിച്ചിട്ട് തേയ്മാനം വരുത്തരുത്. അപ്പോ മത്സരത്തിന് പോകുന്നതിന് മുമ്പേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കോമ്പസ് ആണെങ്കിൽ നിങ്ങൾ അത് മാറ്റി വെച്ച് ഏറ്റവും പുതിയ കോമ്പസ് തന്നെ ഇടണമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ് എങ്ങനെ അളക്കണം, എവിടെ വെച്ച് അളക്കണം, എന്തുപയോഗിച്ച് അളക്കണം എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. ഓക്കെ, ശരി. ഇനി അടുത്തത് പെൻസിൽ. പലതരം പെൻസിലുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് ഡാർക്ക്നെസ് കൂടിയത്, കുറഞ്ഞത്, അത് HB 2HB എന്നൊക്കെ പറയും അതിന്റെ. അപ്പോ സാധാരണഗതിയിൽ അപ്സര പോലത്തെ ഇത്തരത്തിലുള്ള ഇതൊരു 2HB HB എന്നൊക്കെ ഇതിൽ മാർക്ക് ചെയ്ത കാണാം. ഇതിന് കാമ്പിന് വണ്ണം കൂടുതലാണ്, നിറം കൂടുതലാണ്. നിറം കൂടുതലുള്ള പെൻസിൽ നിങ്ങൾ മേസനിൽ ചിത്രം വരയ്ക്കാനോ നേർരേഖ വരയ്ക്കാനോ ഉപയോഗിക്കരുത്. ഇത് ചിത്രം വരയ്ക്കാൻ ആർട്ടിസ്റ്റുകൾക്കുള്ള പ്രത്യേക നിറമുള്ളതാണ്. ചില കുട്ടികൾ നല്ല പെൻസിൽ കൊണ്ട് നല്ല നിറത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എഴുതുന്നുണ്ട്. അത് നല്ല തന്നെയാണ്, അവർക്കത് നല്ല തന്നെയാണ്. പെൻസിൽ കൊണ്ട് എഴുതുന്നവർക്ക് ചെറിയ LP ക്ലാസ്സിലൊക്കെ നിറമുള്ള പെൻസിൽ തന്നെയാണ് വേണ്ടത്. അത് കാര്യം സമ്മതിച്ചു. പക്ഷേ നമുക്ക് കോമ്പസിലിടാനും നേർരേഖ വരയ്ക്കാനും നിറമില്ലാത്ത ഏറ്റവും ഷാർപ്പായി കിട്ടുന്ന പെൻസിലാണ് ഉപയോഗിക്കുന്നത്. സാധാരണഗതിയിൽ നടരാജിന്റെ ഇതാ ബ്ലാക്കും റെഡും ചേർന്ന ഈ ലൈനുള്ള ഇതാണ് സാധാരണഗതിയിൽ ഞാൻ ഉപയോഗിക്കാറ്. യെസ്. മറ്റൊന്ന്, ഒരു ബോക്സിൽ എത്ര പെൻസിൽ വേണം? ഇതൊരു എല്ലാ കുട്ടികളോടും ചോദിക്കേണ്ട ചോദ്യമാണ്. ഒരു ബോക്സിൽ എത്ര പെൻസിൽ വേണം? പലരും 1 പറയും, 2 പറയും, 3 പറയും. കൃത്യമായിട്ട് ആരും പറയില്ല. ശരിക്കും വേണ്ടത് 1 പെൻസിൽ പോരാ, എന്നാലോ 2 പെൻസിൽ വേണ്ട. 2 പെൻസിൽ വേണ്ട, 1 പെൻസിൽ പോരാന്ന് പറയുമ്പോൾ ഇതിന്റെ ഇടയ്ക്ക് എവിടെയോ ഉള്ളത് എന്ന് വെച്ചാൽ 1.5 പെൻസിലാണ് ഒരു ബോക്സിൽ ഉണ്ടാവേണ്ടത്. 1.5 പെൻസിൽ. ഈ അര പെൻസിൽ സ്ഥിരമായി കോമ്പസിൽ ഇടേണ്ടതാണ്. അത് അവിടുന്ന് അഴിക്കാൻ പാടില്ല. അത് ഏറ്റവും ഷാർപ്പായിട്ട് കോമ്പസിൽ തന്നെ നിൽക്കേണ്ടതാണ്. അത് അഴിച്ചിട്ടോ അല്ലെങ്കിൽ അത് വെച്ചോ നേർരേഖ വരയ്ക്കാൻ പാടില്ല.
പലപ്പോഴും പല ക്യാമ്പിലും ഞാൻ കണ്ടിട്ടുണ്ട്. എത്രയോ തവണ കുട്ടികളോട് തിരുത്താൻ ശ്രമിച്ചിട്ട് പിന്നെ ശീലം അത് തന്നെ തുടരുകയാണ്. കോമ്പസ് ഫിറ്റ് ചെയ്ത പെൻസിൽ ഉപയോഗിച്ച് ഒരിക്കലും നേർരേഖ വരയ്ക്കാൻ പാടില്ല. പ്രത്യേകിച്ചും നമ്മൾ ജോമെട്രിക്കൽ ചാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും പാടില്ലാത്ത. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളൊരു റേഡിയസ് എടുക്കാൻ പറഞ്ഞാൽ ആ റേഡിയസ് ചിലപ്പം ചിത്രം അവസാനിക്കുന്നത് വരെ വേണ്ടി വരും. ഇയാൾ ഇത് ഉപയോഗിച്ചിട്ട് നേർരേഖ വരക്കുമ്പോൾ ഇതിന്റെ റേഡിയസ് അങ്ങ് പോയി പോയില്ലേ? എന്ത് സൂക്ഷ്മതയാ അതിനുള്ളത്. അപ്പോ കോമ്പസിൽ ഫിറ്റ് ചെയ്ത ഈ പെൻസിൽ ഇവിടുന്ന് അഴിക്കേണ്ടത് നമ്മൾ ഷാർപ്പ് ചെയ്യാൻ മാത്രമാണ്. ഹാഫാണ് അതായത് ശരിക്കും ഇതിലും കുറഞ്ഞുണ്ടാവണം. എന്ന് വെച്ചാൽ കോമ്പസിനേക്കാളും ഉയരം കുറഞ്ഞതാണ് നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യേണ്ടത്. അതാണ് അര പെൻസിൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാ പലപ്പോഴും കുട്ടികൾ സ്കെയിൽ വെച്ച് ടീച്ചേഴ്സും ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ചിലപ്പം നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. സ്കെയിൽ ഉപയോഗിച്ച് നേർരേഖ വരക്കുമ്പോൾ ഇതാ ഇങ്ങനെ വരയ്ക്കും. അതൊരിക്കലും കോമ്പസ് കൊണ്ട് ചെയ്യരുത്. കോമ്പസിന്റെ പണി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സർക്കിൾ വരക്കാൻ, അല്ലെങ്കിൽ സർക്കിളിന്റെ ഭാഗം വരക്കാൻ, അല്ലെങ്കിൽ ആർക്ക് വീശാൻ. ഇത്രയേ ഉള്ളൂ. മറ്റൊരു പണി ഇയാളെ കൊണ്ട് ചെയ്യിക്കരുത്. പാവം അവിടെ ഒന്നോട്ടെ. ഓക്കെ. അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയാണ് പ്രത്യേകം വലിയൊരു പെൻസിൽ വേണമെന്ന് പറഞ്ഞത്. അത് രണ്ടും നിറമില്ലാത്ത പെൻസിലായിരിക്കണം എന്ന് ഞാൻ പ്രത്യേകം സൂചിപ്പിച്ച്. ഓക്കെ. അപ്പോൾ കോമ്പസ്, പെൻസിൽ, ഏത് തരം പെൻസിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, രണ്ടും മത്സരത്തിനൊക്കെ പോകുന്നതിന് മുമ്പേ, ഇനി സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പേ ഓരോ ദിവസം ചെയ്യേണ്ട കൃത്യങ്ങളെ കൂട്ടത്തിൽ 2 പെൻസിലും അതിലുള്ള 1.5 പെൻസിൽ എന്ന് പറയുന്ന 2 പെൻസിലും ഷാർപ്പാണോ എന്ന് ബോധ്യം വരുത്തുക എന്നുള്ളതാണ്. ഓക്കെ. ഇനി അടുത്തത് മറ്റൊന്ന് പരിചയപ്പെടുത്താനുള്ളതാണ് ചിസിൽ ടിപ്പ് മാർക്കർ. ഈ സാധനം കൊണ്ടാണ് നമ്മൾ നമ്പർ ചാർട്ട് എഴുതേണ്ടത്. അല്ല, നമ്പർ ചാർട്ട് ആണെങ്കിലും ഏതാണെങ്കിലും എഴുതുന്ന അവസരത്തിൽ നമ്മൾ ഇതാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ പസിലിനാണെങ്കിലും ചോദ്യം എഴുതേണ്ടി വരില്ലേ? വേണം. അതുപോലെ നമ്പർ ചാർട്ട് ആണെങ്കിലും ഫുൾ നമ്പർ തന്നെ ആയിരിക്കുമല്ലോ, അത് എഴുതേണ്ടി വരും. അപ്പോഴൊക്കെ ഈ ചിസിൽ ടിപ്പ്, എന്തായി ചിസിൽ ടിപ്പ് എന്ന് ഒന്ന് നോക്ക്. അതായത് ഒരു ഉളി പോലെ വെട്ടുള്ളതാണ്, 45 ഡിഗ്രി ചെരിവിലുള്ളതാണ്. ഇത് ഇങ്ങനെ തന്നെ പിടിച്ചെഴുതന്നെ വേണം. അത് ചെറിയ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കണം. LP ആയാലും UP ആയാലും ഇതുകൊണ്ട് അവരാദ്യം എഴുതുക സ്കെച്ച് പെന്നിന്റെ വണ്ണത്തിലാണ്. അതല്ല, ഇത് എഴുതുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അത് ടീച്ചേഴ്സിന് അറിയാം. 45 ഡിഗ്രി ചെരിവിൽ പിടിച്ചാലേ അത് നല്ല രൂപത്തിൽ എഴുതാൻ പറ്റും. നമ്മളെ മുമ്പൊക്കെ ഇംഗ്ലീഷിൽ ഇറ്റാലിക്സ് റൈറ്റിംഗ്സ് എന്ന് പറയും. അതൊരു പ്രത്യേക രൂപത്തിൽ ചെരിച്ചെഴുതേണ്ടതാണ്. അപ്പോൾ അതിന് പ്രത്യേകമായിട്ട് നിർമ്മിച്ച പെന്നാണിത്. അതുകൊണ്ട് എങ്ങനെ എഴുതണം എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ പരിശീലിപ്പിക്കുക തന്നെ വേണം. അല്ലാതെ ആദ്യം തന്നെ ഒരു കുട്ടീന്റെ കയ്യിൽ ഇത് കിട്ടിയാൽ ആ കുട്ടിക്ക് എഴുതാൻ കഴിയില്ല. പിന്നെ ചാർട്ടിൽ എഴുതേണ്ട ഒരു നിശ്ചിത വലുപ്പത്തിലാണ്. എന്തിനാണ് ചാർട്ട് ഉപയോഗിക്കുന്നത്? ഒരു ക്ലാസ്സിൽ എല്ലാ കുട്ടികളും കാണത്തക്ക രൂപത്തിൽ പ്രദർശിപ്പിക്കാനാണ്. അപ്പോ ക്ലാസിന്റെ ഒരു ചുമരിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും കാണണമെങ്കിൽ വലുപ്പത്തിൽ എഴുതണം. സ്കെച്ച് പെന്നുകൊണ്ട് എഴുതാൻ പാടില്ല, സാധാരണ പെന്നുകൊണ്ട് എഴുതാൻ പാടില്ല, പെൻസിൽ കൊണ്ട് എഴുതാൻ പാടില്ല. ഈ മാർക്കർ തന്നെ റൗണ്ട് ടിപ്പുള്ള മാർക്കർ കൊണ്ടും കഴിയുന്നു എഴുതാതിരിക്കുന്നതാണ് നല്ലത്. റൗണ്ട് ടിപ്പുള്ളത്, ഇത് ചിസിൽ ടിപ്പുള്ള ആ വെട്ടുള്ളത് തന്നെ ആണെങ്കിൽ നല്ല ഭംഗിയിൽ എഴുതാൻ പറ്റും. ഓക്കെ. അപ്പോൾ പെന്ന് ഇത് പല കമ്പനിയിലും പല നിറത്തിലുള്ള ഉണ്ട്. ഡാർക്ക് കളറേ ഉപയോഗിക്കാവൂ. നമ്പർ ചാർട്ട് ആണെങ്കിലും നമ്മൾ എഴുതുന്നതാണെങ്കിലും പസിലിന് എഴുതുന്നതാണെങ്കിലും കഥക്ക് എഴുതുന്നതാണെങ്കിലും ഒക്കെ ഡാർക്ക് കളർ, ഒന്നിക്കെങ്കിൽ ബ്ലാക്ക്, അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീൻ, വയലറ്റ്, ഡാർക്ക് ബ്ലൂ, ബ്രൗണ്, ഇത്രയും കളറ് ഡാർക്കായിട്ടുള്ളതാണ്. ഓറഞ്ച്, യെല്ലോ, അല്ലെങ്കിൽ ലൈറ്റ് പച്ച, ലൈറ്റ് നീല, അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കരുത്. ഓക്കെ. അപ്പോൾ അത്രയായി. ഇനി എന്തൊക്കെയാ വേണ്ടത് നോക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ആ മോഡലാണെങ്കിലും ചാർട്ടാണെങ്കിലും നമ്പർ ചാർട്ടാണെങ്കിലും പസിലാണെങ്കിലും ഒക്കെ അതിനൊരു പേര് വേണം. അതാരാ പേരിടുക? പേര് നിങ്ങൾ തന്നെ ഇടണം. അപ്പോൾ നിങ്ങൾ ടീച്ചേഴ്സോ അല്ലെങ്കിൽ കൂട്ടുകാരോ അല്ലെങ്കിൽ വീട്ടുകാരോ ആലോചിച്ചിട്ട് നല്ലൊരു പേര് അതിന് നിർദ്ദേശിക്കണം. മറ്റൊന്ന് റൈറ്റപ്പാണ്. അപ്പോൾ സ്കൂൾ തല മത്സരത്തിന് റൈറ്റപ്പിന്റെ ആവശ്യമില്ല. അത് സബ് ജില്ലക്ക് പോകുമ്പോഴാണ് റൈറ്റപ്പിന്റെ ആവശ്യം. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങളെ ടീച്ചേഴ്സ് തീർച്ചയായിട്ടും സഹായിക്കും. അപ്പൊ ഈ ഉണ്ടാക്കുന്ന മോഡലിൽ, അല്ലെങ്കിൽ ചിത്രത്തിൽ, അല്ലെങ്കിൽ നമ്പർ ചാർട്ടിൽ, അല്ലെങ്കിൽ പസിലിൽ
ആ കുട്ടിക്ക് ആ റേഞ്ചിൽ പഠിക്കാനുള്ള എന്ന് വെച്ചാൽ 5ാം ക്ലാസ്സിലെ കുട്ടിയാണെങ്കിൽ 5, 6, 7 ക്ലാസ്സുകളിൽ പഠിക്കാനുള്ള, ഇനി LP ആണെങ്കിൽ 1, 2, 3, 4 ക്ലാസ്സുകളിൽ പഠിക്കാനുള്ള പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്ന് ചുരുക്കി പറയുന്നതാണ്. അല്ലെങ്കിൽ ഇതിലൂടെ കുട്ടി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഏറ്റവും ചുരുക്കി എഴുതുന്നതാണ് റൈറ്റ്. അപ്പോൾ അത് നിങ്ങൾ ബേജാറാണ്ട, സബ്ജക്റ്റൊക്കെ പോകുമ്പോൾ ടീച്ചേഴ്സ് അത് തയ്യാറാക്കി തരും. ഓക്കെ. അപ്പോൾ നമ്മൾ LP വിഭാഗം നമ്പർ ചാർട്ട്, ജിയോമെട്രിക്കൽ ചാർട്ട്, പസിൽ. അപ്പോൾ ജിയോമെട്രിക്കൽ ചാർട്ട് പിന്നെ അതിന് ഞാൻ മുമ്പ് പറഞ്ഞതാണ്, അതിനുപയോഗിക്കേണ്ട മത്സരത്തിന് ഉപയോഗിക്കുമ്പോൾ 300 GSM ഉള്ള ഐവറി കാർഡ് അല്ലെങ്കിൽ JK കാർഡ് സാധാരണ ചാർട്ട് പേപ്പറിൽ ഉപയോഗിക്കരുത്. അതിന്റെ മധ്യബിന്ദു കാണുന്നതൊക്കെ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യെസ്. പിന്നെ പസിൽ മോഡൽ. അപ്പോൾ മോഡലിന്റെ കാര്യം നമ്മൾ പറഞ്ഞ്, കത്തി ഉപയോഗിച്ച് മുറിക്കുന്ന, സെലോ ടേപ്പ് കൊണ്ട് ഒട്ടിക്കുന്ന, സെലോ ടേപ്പ് പറ്റില്ലെങ്കിൽ ഫെവിക്കോളോ ഫെവിക്വിക്കോ പോലത്തെ പശ ഉപയോഗിക്കുന്ന. യെസ്. പിന്നെ പസിലാണ്. പസിലിനും നമുക്ക് 3 ചാർട്ട് ഉപയോഗിക്കാം. 3 ചാർട്ട് എന്ന് പറയാൻ പരമാവധിയാണ്. 1 ചാർട്ടാണെങ്കിലും മതി, 2 ചാർട്ടാണെങ്കിലും മതി, 3 ചാർട്ടാണെങ്കിലും. 4ാമതൊന്നും എഴുതരുത്. അത് ഒരു സൈഡിൽ മാത്രമേ എഴുതാവൂ. ചാർട്ട് എന്ന് പറയാൻ 2 ഭാഗവും അല്ല, ഒരു ഭാഗം. എന്തുകൊണ്ടാ? ചാർട്ട് ഒരു സ്ഥലത്ത് ഒട്ടിക്കാനുള്ളതാ. അന്നേരം ചുമരിന്റെ ഉള്ളിൽ കൂടെ പോയിട്ട് നമുക്ക് നോക്കാനാവില്ലല്ലോ. ഓക്കെ. ഇനി മറ്റൊന്ന്, ജിയോമെട്രിക്കൽ ചാർട്ട്. എത്ര എണ്ണം വരയ്ക്കണം? 3 എണ്ണം വരക്കണോ, 2 എണ്ണം വരക്കണോ, 1 വരക്കണോ? 1 എനിക്ക് വരക്കാനാവും. ടീച്ചർ നിർബന്ധിക്കുന്നു 3 എണ്ണം വരക്കാൻ എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അപ്പൊ അതിനുള്ള എന്റെ മറുപടി ഏറ്റവും നല്ല ഒരു ചാർട്ടേ നിങ്ങൾ ഉണ്ടാക്കണ്ടു എന്ന് വെച്ച് ഒരു ചാർട്ടും കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം നിങ്ങൾ വെറുതെ ഇരിക്കരുത്. അതൊരു 2.5 മണിക്കൂർ കൊണ്ട് തീർന്ന് അരമണിക്കൂർ ബാക്കിയുണ്ട്. നിങ്ങൾ രണ്ടാമതൊരു ചിത്രത്തിന്റെ പണി തുടങ്ങിയിരിക്കണം. തീർന്നാലും തീർന്നില്ലെങ്കിലും അവസാനം വരെ അത് ചെയ്യണം. ഓക്കെ. സമയം അവസാനിക്കുന്നവരെ. ഇനിയല്ല 1 മണിക്കൂർ കൊണ്ട് തീരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 3 എണ്ണം നിങ്ങൾക്ക് വരക്കാനോ. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും നല്ല ഒരു ജിയോമെട്രിക്കൽ ചാർട്ട് 1 മണിക്കൂർ കൊണ്ട് ചെയ്തു തീരുമോ? ഒന്നാലോചിക്കുക. ഒരു നല്ല ജിയോമെട്രിക്കൽ ചാർട്ട് ഒരു കുട്ടിക്ക് 1 മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കാനാവോ? എന്റെ ഉത്തരം ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എണ്ണത്തെക്കുറിച്ച് നിങ്ങൾ വ്യാകുലപ്പെടണ്ട. 1 ചെയ്ത് സമയമുണ്ടെങ്കിൽ തീർച്ചയായും 2ാമത്തെ ചെയ്യാം, 3ാമത്തെ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ആദ്യത്തെ 1ന്റെ പെർഫെക്ഷൻ കുറച്ചുകൊണ്ടാവരുത്. നമുക്കൊരു മെയിൻ ചാർട്ട് വേണം. അത് വെച്ചാണ് നമ്മൾ പറയുക. ഓക്കെ. അപ്പോൾ 3 എണ്ണം എന്നാ നിർമ്മിക്കുന്നുണ്ട്, വളരെ സന്തോഷം. 2 എണ്ണം ആയാലും സന്തോഷം. ഇനി 1 ഏറ്റവും ഭംഗിയിൽ എന്നാ ചെയ്യുന്നുണ്ടെങ്കിൽ അതും സന്തോഷം തന്നെ. അപ്പോ ഇനി എത്ര എണ്ണാന്ന് ചോദിച്ചിട്ട് എന്നാണ് എനിക്ക് മെസ്സേജ് അയച്ച് ബുദ്ധിമുട്ടിക്കരുത്. വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞ് 1 ആയാലും 2 ആയാലും 3 ആയാലും കൊള്ളാം, 4ാമതൊന്നും ചെയ്യരുത്. ഓക്കെ. അപ്പോ എണ്ണം പറഞ്ഞ് നമ്പർ ചാർട്ട്, ജിയോമെട്രിക്കൽ ചാർട്ട്, പസില്, ഓക്കെ. ഇനി UPയിലുള്ള നമ്പർ ചാർട്ടിന്റെ പൊതുവായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. ഏതെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള സംഖ്യാശ്രേണിയോ അല്ലെങ്കിൽ സംഖ്യകളോ ആണ് നമ്പർ ചാർട്ടായിട്ട് ഒരു പുതിയ കണ്ടെത്തലൊക്കെ അതിൽ നടത്തിയിരിക്കണം. അതുവരെ ഇല്ലാത്ത ചില പ്രത്യേകതകൾ ഞാൻ എൻ്റെ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയത് കാര്യം ഒന്ന് പറയാനൊക്കെയുള്ള ചാർട്ടാണ് നല്ല നമ്പർ ചാർട്ട്. ആവർത്തിച്ച് നമ്പർ എഴുതിയിട്ട് പിരമിഡ് പോലും വെക്കുന്ന അതൊരു നമ്പർ ചാർട്ടല്ല കേട്ടോ. ഈ നമ്പർ ചാർട്ട് ചെയ്യുന്നതിലൂടെ നമ്മുടെ കുട്ടിക്ക് പഠിക്കാനുള്ള പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് അതിനപ്പുറം വളരുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ. ആ നമ്പർ ചാർട്ട് എഴുതേണ്ടതും നമ്മൾ നേരത്തെ പറഞ്ഞ മാർക്കർ പെൻ, ചിസിൽ ടിപ്പ് മാർക്കർ പെൻ ഉപയോഗിച്ച് തന്നെയാണ് ജിയോമെട്രിക്കൽ ചാർട്ട്. അപ്പോൾ ജിയോമെട്രിക്കൽ ചാർട്ടിന് കൊണ്ടുപോകുന്ന സാധനത്തിന്റെ കൂട്ടത്തിൽ വലിയ സ്കെയിലിന്റെ ആവശ്യമുണ്ടോ? മീറ്റർ സ്കെയിലിന്റെ ആവശ്യമുണ്ടോ? എന്റെ അഭിപ്രായം വേണ്ട എന്നുള്ളതാണ്. കാരണം മിക്ക ചിത്രങ്ങളും 30 സെന്റിമീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ കുട്ടികൾ മീറ്റർ സ്കെയിൽ കൊണ്ടുപോകുന്ന എന്തിനാ? ബോർഡർ വരയ്ക്കാൻ മാത്രമാണ്. ജിയോമെട്രിക്കൽ ചാർട്ട് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടി ഒരിക്കലും ആദ്യം ബോർഡർ വരയ്ക്കരുത്. ഇപ്പോൾ ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്, ചിത്രത്തിനനുസരിച്ച് ബോർഡർ എങ്ങനെയാ ഉണ്ടാക്കുക എന്നൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്.
ബോർഡർ ഒരു നിർബന്ധമല്ല. പക്ഷെ ബാക്കിയുള്ള വൈറ്റ് പ്രതലം വളരെ ക്ലിയറായി പ്യുവർ വൈറ്റ് ആയിട്ട് തന്നെ നിലനിർത്തണം. ഓക്കെ. അപ്പോൾ ജിയോമെട്രിക്കൽ ചാർട്ടിന്റെ കുട്ടികൾ ബോർഡർ വരയ്ക്കാൻ വേണ്ടി മാത്രം മീറ്റർ സ്കെയിൽ കൊണ്ടുപോണ്ട. പക്ഷെ മോഡലിന്റെ കുട്ടിക്ക് ചിലപ്പം വേണ്ടി വരും. മോഡൽ ഉണ്ടാക്കുന്ന കുട്ടിക്കും അതുപോലെ പസിൽ ഉണ്ടാക്കുന്ന കുട്ടിക്കും. കാരണം അവന് അതുപോലെ നമ്പർ ചാർട്ടുകാരനും മീറ്റർ സ്കെയിൽ ചിലപ്പോൾ വേണ്ടി വരും. കാരണം നീളത്തിൽ കളം വരച്ചു കള്ളി വരയ്ക്കുകയൊക്കെ വേണ്ടി വരും. ഓക്കെ. യെസ്. നമ്പർ ചാർട്ട് അവരവും ജിയോമെട്രിക്കൽ ചാർട്ട് പൊതുവായിട്ടുള്ള കാര്യം തന്നെയാണ്. പരമാവധി 3 എണ്ണാണ്. 3 എണ്ണത്തിന്റെ അപ്പുറം ചെയ്യരുത്. 1 ആയാലും മതി, 2 ആയാലും മതി, 3 ആയാലും മതി. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വാല്യുവേഷന്റെ സമയത്ത് ഒരേപോലത്തെ ഒരു ചിത്രം ഒരു കുട്ടി ഒന്നും വരച്ച് അതേ ടൈപ്പുള്ള 3 എണ്ണം മറ്റൊരു കുട്ടിയും വരച്ചിട്ടുണ്ട്. തീർച്ചയായും 3 വരച്ചവരാണ് സമ്മാനം കിട്ടുക. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോ സങ്കീർണത നിറഞ്ഞ് പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ ഏറ്റവും കൂടിയ വിഷമം പിടിച്ചൊരു ഡിസൈൻ ആണെങ്കിൽ 1 മതി എന്നാണ് ഞാൻ പറഞ്ഞത്. യെസ്. ഇനി അപ്പോ പസില് ഇത് നേരത്തെ പറഞ്ഞ കൂട്ടത്തില് ഇല്ലാത്തതാണ് ഒന്ന് ഗെയിം. കളിച്ചുകൊണ്ട് പഠിക്കുക, അതാണ് ഉദ്ദേശിക്കുന്ന. ഗെയിം കൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ്, കളിച്ചുകൊണ്ട് പഠിക്കുക. അപ്പോ ഞാൻ മുമ്പ് അത്തരത്തിലുള്ള വീഡിയോ ചെയ്തിരുന്നു. വ്യത്യസ്ത ഛേദമുള്ള ഫ്രാക്ഷൻ കൂട്ടി എളുപ്പത്തിൽ എങ്ങനെയാണ് കളി വരുന്നത് എന്നൊക്കെ പലതരത്തിലുള്ള ഗെയിമും ഞാൻ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് നോക്കിയാൽ മതി. അപ്പോ ഗെയിം ആണെങ്കിൽ, കളിയാണെങ്കിൽ ഒരു കളിക്കളം വേണം, നിർബന്ധമാണ്. കളിക്കൊരു നിയമങ്ങൾ വേണം. കളി ആ നിയമം അനുസരിച്ച് മാത്രമേ നടത്താൻ പാടുള്ളൂ. ആ നിയമങ്ങൾ കൃത്യമായി ആദ്യം എഴുതിയിരിക്കണം. എഴുതപ്പെട്ട നിയമമാണ് നമുക്ക് വേണ്ടത്. കളിക്കാൻ ചിലപ്പോൾ കരുക്കൾ ആവശ്യം വരും. അത് സ്പോട്ടിൽ നിന്ന് ഉണ്ടാക്കണം. അല്ലാണ്ട് റെഡിമെയ്ഡ് ആയിട്ടുള്ള സാധനം കൊണ്ടുപോകുന്നതിലും നല്ലത് അവിടെ നിന്ന് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കളിക്കളം വേണം, കളിക്കാനൊരു നിയമം വേണം, ആ നിയമം എഴുതിയിരിക്കണം. കളിക്കാർ വേണം. പക്ഷെ കുട്ടി ഒറ്റയ്ക്ക് ഉണ്ടാവും. ഒറ്റയ്ക്ക് എങ്ങനെയാ കളിക്കുക? അവിടെയാ കുട്ടീന്റെ മിടുക്ക്. ഈ നോക്കാൻ വരുന്ന സാറന്മാരോട് പറയും, സാർ നല്ല ഗംഭീര കളി, എന്താ നമുക്കൊന്ന് കളിക്കണമെന്നും പറഞ്ഞിട്ട് അവരെ കൊണ്ട് നിങ്ങൾ കളിപ്പിക്കണം. അവിടെയാണ് നിങ്ങളെ വിജയം. അതായത് കളി അവതരിപ്പിച്ച് ഇത്രയും രസമുള്ള കളി എന്നാ ഒന്ന് കളിച്ചു നോക്കട്ടെ എന്ന് നമ്മളെ ജഡ്ജസിന് തോന്നണമെങ്കിൽ നിങ്ങൾ അവതരണം അത്രയും നന്നാവണം. അപ്പോൾ അവതരണത്തിന്റെ കാര്യം പറയുമ്പോൾ പസിലിന് ചിലപ്പോൾ അവതരണത്തിന് എല്ലാത്തിനെയും 5 മിനിറ്റാണ് അനുവദിച്ച സമയം. ചില പസിൽ 5 മിനിറ്റ് കൊണ്ട് തീരൂല്ല. 10 മിനിറ്റ് ആയാലും തീർന്നില്ല എന്ന് വരും. അപ്പോൾ അവിടെയാണ് നിങ്ങൾ മിടുക്ക് കാട്ടേണ്ടത്. നിങ്ങളെ അവതരണത്തിന്റെ മിടുക്ക് കൊണ്ട് സമയം നീട്ടിക്കിട്ടണം. നല്ല രസമുള്ള അവതരണവും പുതിയ കാര്യമാണെങ്കിൽ ജഡ്ജസ് നിന്ന് കേൾക്കും. അപ്പോൾ സമയം അവർക്കൊരു പ്രശ്നമായിരിക്കില്ല. കാരണം അവർക്കും ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അങ്ങനെ സമയം കൂടുതൽ കിട്ടിയേക്കാം, ഉറപ്പില്ലേ? എന്നാലോ ചിലർക്ക് സമയം വേണ്ടത്ര കിട്ടിയില്ല എന്ന് വരും. കാരണം ഇഴഞ്ഞിഴഞ്ഞ് തപ്പിത്തടഞ്ഞ് പ്രയാസപ്പെട്ടിട്ടാണ് പറയുന്നതെങ്കിൽ ഇത് അങ്ങോളം പോകില്ല എന്ന് ജഡ്ജസിന് അറിയാം. അപ്പോൾ അവരെന്താ പറയുക, ഓ മതിയായി, നല്ല അവതരണം, നന്നായിട്ടുണ്ട്, എല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞ് അവരങ്ങ് പോവും. അവിടെയാണ് നിങ്ങളെ മിടുക്ക് കൊണ്ട് ജഡ്ജസിനെ അവിടെ പിടിച്ചു നിർത്തണം. ജിയോമെട്രിക്കൽ ചാർട്ടും നന്നായി വരച്ചാൽ മാത്രം പോരാ, പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ എവിടെയെന്ന് തൊട്ട് കാണിക്കണം. കൈകൊണ്ടല്ല, പെൻസിലിന്റെ അറ്റം കൊണ്ടോ സ്കെയിലിന്റെ അറ്റം കൊണ്ടോ തൊട്ട് കാണിച്ചുകൊണ്ട് ഇത് എനിക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ തന്നെയാണെന്ന് സമർത്ഥിക്കാൻ കഴിയണം. ഓക്കെ. നമ്പർ ചാർട്ടാണെങ്കിലും അങ്ങനെ തന്നെ. ഞാൻ എങ്ങനെയാണ് എനിക്ക് പഠിക്കാനുള്ള പാഠപുസ്തകത്തിലുള്ള കാര്യത്തിൽ നിന്ന് അപ്പുറത്തേക്ക് വളർന്ന് പുതിയ കണ്ടെത്തൽ നടത്തി പുതിയ രൂപത്തിലാക്കിയത് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ പറ്റണം. ഇവിടെയൊക്കെ പ്രസന്റേഷൻ ഏറ്റവും പ്രധാനമാണ്. ജഡ്ജിമെന്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത് പ്രസന്റേഷനാണ്. മറ്റൊന്ന് ആ പാഠഭാഗവും നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠഭാഗവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നോക്കിയാണ്. യെസ്. മറ്റൊന്ന് ഇനി നമ്മൾ മത്സരത്തിന് പോകുമ്പോൾ പുതിയൊരു സ്കൂളിലേക്ക് പോകുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ്. നമ്മൾ ഉദ്ദേശിച്ച നല്ല സ്ഥലം കിട്ടണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. അത് കിട്ടിക്കൊള്ളണമെന്നില്ല. എല്ലാ കുട്ടികൾക്കും അങ്ങനെ കൊടുക്കുവാനോ ആവില്ലല്ലോ. നിങ്ങൾ നേരത്തെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ റൂമിന്റെ അകത്താണെങ്കിൽ വെളിച്ചം കൂടുതൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതുപോലെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ നിൽക്കേണ്ടത് വലത് കൈയിന്റെ ഭാഗത്ത് വെളിച്ചം വരുന്ന രൂപത്തിലാണ്. ഇടത് കൈയിന്റെ ഭാഗത്താണ് വെളിച്ചം വരുന്നെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാൽ പ്രശ്നം കഴിഞ്ഞു.
അപ്പോൾ അതിന് കണക്കായി മേശ നിരക്കിയിട്ടാൽ പണി കഴിഞ്ഞ്. ഇതൊക്കെ ഒന്ന് ഓർക്കേണ്ടതാണ്. കുടിക്കുന്ന വെള്ളം തൊട്ടടുത്തുണ്ടാവരുത്, കാരണം കൈ തട്ടി നമ്മളെ ചാർട്ടിലൊന്നും വീഴാൻ ഇടയാവരുത്. എല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് ഒരുക്കി നേരത്തെ ചെയ്തിരിക്കണം. 3 മണിക്കൂറാണ് നിങ്ങൾക്ക് നിർമ്മിക്കാനുള്ള സമയം. ഈ 3 മണിക്കൂർ ഇത് ഒരു പരീക്ഷയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പസിലാണെങ്കിലും നമ്പർ ചാർട്ടാണെങ്കിലും ഒന്നും എവിടെയും നോക്കി എഴുതാൻ പാടില്ല. അപ്പൊ ഈ എഴുതേണ്ട കാര്യം ഒരു കടലാസിൽ എഴുതി കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. കാരണം ഇതും പരീക്ഷ തന്നെയാണ്. അത് മനസ്സെന്ന് എടുത്തെഴുതേണ്ടതാണ്. പഠിച്ചിട്ട് മനസ്സെന്നാണ് പസിലിന്റെ ചോദ്യവും ആ ഉത്തരം വരുന്ന രീതിയല്ല എഴുതി ഫലിപ്പിക്കേണ്ടത്. ഇനി പിന്നെ നമ്പർ ചാർട്ടാണെങ്കിലും മുഴുവൻ കാര്യങ്ങളും മനസ്സെന്ന് എടുത്ത് എഴുതേണ്ടതാണ് എന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. നോക്കി എഴുതാൻ പാടില്ല. നോക്കി എഴുതിയാൽ കോപ്പി അടിച്ചതിന് തുല്യമാണ്. യെസ്. അപ്പോൾ 3 മണിക്കൂർ കൊണ്ട് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണത്തിന് പോവാം. അപ്പോഴേക്ക് പിന്നെ നമ്മൾ അവസാനിപ്പിച്ച് വിടും. പിന്നെ മിക്കവാറും ജഡ്ജിമെന്റ് ഉച്ചഭക്ഷണത്തിന് ശേഷമായിരിക്കും. ചിലപ്പോൾ പസിലിന്റെ കുട്ടികൾക്ക് നേരത്തെ നടന്നേക്കും. കാരണം പസിലിന് വലിയ വർക്ക് ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഉച്ചയ്ക്ക് മുമ്പ് നടക്കാനും സാധ്യതയുണ്ട്. എന്നാലും 3 മണിക്കൂർ നിങ്ങൾക്ക് ചെയ്യാൻ സമയമുണ്ട് എന്നുള്ള ഓർക്കുക. യെസ്. അപ്പോൾ സ്കെയിലിന്റെ കാര്യം, വലിയ സ്കെയിൽ, മീറ്റർ സ്കെയിൽ നമ്പർ ചാർട്ടുകാർക്കും പസിലുകാർക്കും അതേമാതിരി മോഡലുകാർക്കും ഒക്കെ ചിലപ്പം വേണ്ടി വരും. ജോമെട്രിക്കൽ ചാർട്ടുകാർക്ക് വലിയ മീറ്റർ സ്കെയിൽ വേണമെന്നില്ല കേട്ടോ. യെസ്. മറ്റൊന്ന് കളർ മാർക്കറാണ്. കളർ കൊടുക്കുന്നത് ഇത് ഞാൻ പലവട്ടം കാണിച്ചതാണ്, എന്നാലും ഒരു വട്ടം കൂടെ കാണിച്ചത്. ഡോംസിന്റെ ഡാർക്ക് കളർ സെറ്റ് ഇതാണ്. ഇത് ബ്രഷ് പെൻ സെറ്റാണ്. ബ്രഷ് പെൻ സെറ്റാണ്. ഇത് മുഴുവൻ ബ്രഷ് പെന്നാണ്. അതായത് അറ്റത്ത് ഏറ്റവും നല്ല ഷാർപ്പായ ടിപ്പ് നന്നായിട്ട് നമുക്ക് കളർ കൊടുത്ത് ഫലിപ്പിക്കാൻ പറ്റും. യെസ്. അപ്പോൾ ഡോംസിന്റെ തന്നെ 2 സെറ്റ് ഉണ്ട്. ശ്രദ്ധിക്കണം, ഡാർക്ക് കളർ സെറ്റാണ് നമുക്ക് വേണ്ടത്. ലൈറ്റ് കളർ സെറ്റ് എടുത്താൽ മുഴുവൻ ലൈറ്റ് ഷെയ്ഡ് മാത്രമായിരിക്കും. അപ്പോൾ ഭംഗി ഉണ്ടാവില്ല ചിത്രത്തിന് കളർ കൊടുത്താൽ. മറ്റൊന്ന് ഞാൻ സാധാരണ ഇത് പറയാറുണ്ട്. ഈ ചൂടുകുരു, നിങ്ങളെന്താ ഒരു പിമ്പിൾ നിങ്ങളെന്താ പറയാന്ന് എനിക്കറിയില്ല. വേനൽക്കാലത്ത് പുറത്ത് സഞ്ചരിച്ചിട്ട് തിരിച്ചു വന്ന ചൂടേറ്റാൽ എൻ്റെ ശരീരത്തിലൊക്കെ ചൂടുകുരു എന്ന് പറഞ്ഞൊന്നുണ്ടാവും. അപ്പോൾ അത് നമുക്കുണ്ടാവും. ചാർട്ടിന് അങ്ങനെ ചൂടുകുരു ഉണ്ടാവുമോ? ചാർട്ടിന് ജീവനില്ലാരും പിന്നെ ഇങ്ങനെ ചൂടുകുരു ഉണ്ടാവുക? പക്ഷേ ഉണ്ടാവും. ആ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ വെച്ചാൽ ജോമെട്രിക്കൽ ചാർട്ട് ചെയ്യുക. നല്ല മേശ കിട്ടിയാൽ വളരെ സന്തോഷം. ഇനി 2 ഡെസ്ക് കൂട്ടിയിട്ടിട്ട് ഒരേപോലത്തെ ഡെസ്ക് ആണെങ്കിൽ അതിലും സന്തോഷം. പക്ഷേ അപകടമുണ്ട്. ഒരേ ഹൈറ്റ് ഉള്ളതല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടും. അതുമാത്രമല്ല, മറ്റേ അറ്റത്തുള്ള ഒരു 2 ഡെസ്ക് കൂട്ടിയിടുമ്പോൾ 2 ആളിരിക്കും. അപ്പുറത്തുള്ള കുട്ടി ഒന്ന് ഇളക്കുവാണെങ്കിൽ നിങ്ങളെ ചിത്രം തകരാറാവും. ഏറ്റവും നല്ലത് നിലത്ത് വെച്ച് ചെയ്യലാണ്. അപ്പോൾ ഇപ്പം മിക്കവാറും എല്ലാ സ്കൂളിന്റെ ഫ്ലോറും നല്ല ടൈലൊക്കെ വിരിച്ചതാണ്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അതിന്റെ മേലെ വിരിക്കാൻ വേണ്ടി നിങ്ങൾ കുറച്ച് കട്ടിയിൽ ന്യൂസ് പേപ്പർ വിരിക്കാൻ വേണ്ടി പഴയ ന്യൂസ് പേപ്പർ എടുത്താൽ മതി. അപ്പോൾ അടിയിൽ പൂഴിത്തരിയൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് അതിന്റെ മേലെ ചാർട്ട് വിരിച്ച് അങ്ങ് പണി തുടങ്ങിയാൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിയിൽ പൂഴിത്തരി ഉണ്ടെങ്കിൽ അന്നേരം ഒന്നും മനസ്സിലാവില്ല. നമ്മൾ ചിത്രം വരച്ച് ഇങ്ങനെ ആവേശം കൊണ്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ചിത്രത്തിൽ കിടന്നിട്ടായിരിക്കും വരക്കുക. നമ്മളെ ശരീരത്തിന്റെ ഭാരം മുഴുവൻ അതിൻ്റെ അകത്തുണ്ടാവും. അതെല്ലാം അങ്ങനെയാണ് സംഭവിക്കുക. അറിയാണ്ട് ചെയ്തു പോകും. ആ സമയത്ത് ഉള്ളിൽ ഈ പേപ്പറിന്റെ അടിയിൽ ഉണ്ടാവുന്ന പൂഴിത്തരി പോലും അത് തുളച്ചിട്ട് മേലോട്ട് വന്ന് നമ്മളെ ചാർട്ട് കീറലല്ല, ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുരു പോലെ ഉണ്ടാവും. ഇനി ചെറിയ കല്ലിന്റെ കഷ്ണമാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല വണ്ണത്തിലുള്ള പിന്നെ ഒരു കുരു പോലെയാണ് ഉണ്ടാകുക. കീറിപ്പോവുകയും ചെയ്യും കൂടുതലാകുമ്പോൾ. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. പേപ്പർ വിരിക്കുന്നതിന് മുമ്പേ അടിയിൽ പൂഴിത്തരിയില്ല എന്ന് ഉറപ്പുവരുത്തണം. നിങ്ങളെ ചെരുപ്പ് ദൂരെ വെച്ചോളണം. ചെരുപ്പിന്റെ ഉള്ളിലും ചെരുപ്പിന്റെ അടിയിലും പൂഴി ഉണ്ടാവുമല്ലോ. യെസ്. അപ്പോൾ ഇതിനു വേണ്ടി പഴയ ന്യൂസ് പേപ്പർ കുറച്ചധികം കരുതണം. യെസ്. ഏതാണ്ടെല്ലാം പറഞ്ഞു തോന്നുന്നു. ഇനി മോഡലിന്റെ കുട്ടികൾക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ മോഡൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ചുറ്റും ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും. പേപ്പറിലാണെങ്കിലും ബോർഡിലാണെങ്കിലും മുറിച്ചിട്ട കഷ്ണങ്ങൾ ഒരുപാടുണ്ടാവും. ഞാൻ പലപ്പോഴും മുമ്പൊക്കെ ജഡ്ജ്മെന്റിന് പോകുമ്പോൾ വളരെ പരിസരം വളരെ വൃത്തികേടായിട്ട് കാണല്.
ആ വൃത്തികേടിന്റെ മേലെ നിന്നിട്ടാണ് ഇവര് പിന്നെ കുട്ടികൾ പ്രസന്റ് ചെയ്യുക. നിങ്ങൾ മുറിച്ചിട്ട കഷ്ടത്തിന്റെ മേലെ തന്നെ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരു കുട്ടീൻ്റെ അടുത്തേക്ക് ജഡ്ജസ് വരുമ്പം അവൻ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു പ്രധാന ചോദ്യമാണ്. നിങ്ങൾ മുറിച്ചിട്ട വേസ്റ്റിന്റെ ചവിട്ടിയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അപ്പൊ തന്നെ അതൊരു നെഗറ്റീവ് മാർക്ക് വീണ് കഴിഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ട എന്താ, മുഴുവൻ പണിയും കഴിഞ്ഞ് അവസാനിച്ചാൽ നിങ്ങൾ മുറിച്ചിട്ട മുഴുവൻ വേസ്റ്റും വാരി ഏതെങ്കിലും അവിടെ എന്തായാലും വേസ്റ്റ് ഇടാനുള്ള കൊട്ടയൊക്കെ ഉണ്ടാവും, അവിടെ പോയി കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ചോളണം. അതായത് നിങ്ങൾ നിൽക്കുന്ന പരിസരത്ത് ഒരു വെട്ടിയിട്ട കഷ്ണമോ മറ്റു പൊടിയോ ഒന്നും ഉണ്ടാവരുത്, ക്ലീൻ ആയിരിക്കണം. അപ്പോൾ മറ്റുള്ളവരതോ അത് അവർ നോക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഓരോ കുട്ടി ചെയ്യേണ്ടതാണ്. മറ്റുള്ളവരെടുത്ത് പോയിട്ട് നിങ്ങൾ നന്നാക്കുന്നു വേണ്ട, നിങ്ങൾ നിൽക്കുന്ന. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കണ്ട മറ്റുള്ള കുട്ടികൾക്കും ചെയ്യണമെന്ന് തോന്നും. അപ്പോൾ മൊത്തം പരിസരം വൃത്തിയാവും. ഇനി പിന്നെ ഇല്ലാതെ നിങ്ങൾ അതിൽ തന്നെ വാശി പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആദ്യം തന്നെ ഒരു മനസ്സ് മടുപ്പിക്കുന്ന രൂപത്തിലാണ് ജഡ്ജസിന് ഉണ്ടാകുക. അപ്പോൾ മറ്റുള്ളടിക്കെല്ലാം ഇങ്ങനെ കച്ചറ ചവിട്ടിയിട്ട് വരുന്ന ഒരാൾ നിങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ നല്ലൊരു സ്പേസിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെ ഒരു നല്ലൊരു പിന്നെ ഒരു മനോഭാവം അവരിലുണ്ടാവും, ഈ കുട്ടി തരക്കേടില്ല എന്നുള്ളത്. മറ്റൊന്ന്, എല്ലാ പണിയും കഴിഞ്ഞാൽ നമ്മൾ ഒരു മേശ ഒരു നല്ല കളറുള്ളതോ ഏതെങ്കിലും ഒരു മേശയ്ക്ക് വിരിക്കാൻ പറ്റിയൊരു വിരി നമ്മൾ കൊണ്ടുപോയിരിക്കണം. അപ്പോൾ ഇത് പണി കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ജഡ്ജസ് വരുന്നതിന് മുമ്പേ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ മേശ വൃത്തിയാക്കിയതിന് ശേഷം എല്ലാ പണിയായുധങ്ങളും, കത്തി ഉണ്ടാവും, സ്കെയിൽ ഉണ്ടാവും, പെന്ന്, അങ്ങനത്തെ സകല സാധനങ്ങളുണ്ടാവും, എല്ലാം മാറ്റി ഒതുക്കി വെച്ചോളുക. ഈ മേശപ്പുറത്ത് നിങ്ങൾ കൊണ്ടുവന്ന മേശവിരി ഭംഗിയായി വിരിച്ചിട്ട് അതിൻ്റെ മേലെ മോഡൽ വെക്കുക. അപ്പം മേശവിരിയുടെ മുകളിൽ മോഡൽ മാത്രമേ ഉണ്ടാവൂ, തൊട്ട് കാണിക്കാനുള്ള ഒരു സ്കെയിലോ പെൻസിലോ നിങ്ങൾക്ക് കയ്യിൽ തരാം. വേറെ ഒരു സാധനവും ഉണ്ടാക്കാൻ ഉപയോഗിച്ച പശയോ അങ്ങനത്തെ ഒന്നും അവിടെ ഉണ്ടായിരുന്നു, എല്ലാം മേശയുടെ അടിയിലേക്ക് പോയിക്കൊള്ളാം. ഓക്കെ, ഇതൊക്കെയാണ് ജഡ്ജസിന് ഒരു നല്ല അഭിപ്രായം കിട്ടാനുള്ള പണിയാണ് ഞാൻ ഈ പറയുന്നതെല്ലാം.